ഹലോ, അസ്സലാമു അലൈക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ പറ്റുന്ന മുട്ട സുർക്കയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുട്ടയില്ലാതെയും അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ മുട്ടയില്ലാത്ത റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. മുട്ട കഴിക്കാത്തവർക്കും അതുപോലെ തന്നെ മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്തു നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം നല്ല പോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം. 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ വെക്കണം. ഇവിടെ ഇപ്പോൾ ഓവർനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിനാണ് ഇവിടെ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഹാഫ് ഗ്ലാസ് ചോറും അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി അധികം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 3/4 ഗ്ലാസ് തികച്ചില്ല, അതിൽ നിന്ന് കുറച്ച് കുറവാണ്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബാറ്റർ ഒരിക്കലും ലൂസായി പോകരുത്, കാരണം നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ആകെ പരന്നു പോകും. ഒരു നെയ്യപ്പത്തിൻ്റെയൊക്കെ മാവിൻ്റെ കൺസിസ്റ്റൻസി പോലെയാണ് ഇത് വേണ്ടത്. നമ്മൾ അരി അരക്കുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വരണം. നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്റർ ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതുപോലെ പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് പിന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്, എങ്കിലേ നമുക്ക് ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടുകയുള്ളൂ. ഇത് നമുക്ക് കളറ് മാറുന്നത് വരെയൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അപ്പത്തിൻ്റെ കളറ് വൈറ്റ് കളർ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുകയാണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് തീരെ മുരിപ്പിച്ചെടുക്കാതെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇവിടെ കുറച്ച് മുരിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് മുരിപ്പിക്കാതെ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് കറിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മുട്ട സുർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ നമുക്ക് എല്ലാ മാവും ചുട്ടെടുക്കാം. ഇതുപോലെ നല്ല ആര് പോലെ വരണം, എങ്കിലേ നമ്മുടെ മുട്ട സുർക്ക നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കൽത്തപ്പത്തിനൊക്കെ വരില്ലേ, അതുപോലെ ആര് പോലെ ഇതിലുണ്ടായിരിക്കണം. ഇത് നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാം. നോൺ വെജ് ആയാലും വെജ് ആയാലും ഒക്കെ നല്ല ടേസ്റ്റാണ്. ഇവിടെ കടലക്കറിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.